പാലോട് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. സംഭവത്തിൽ ഭർത്താവ് അഭിജിത്തിനെയും സുഹൃത്ത് അജാസിനെയും റിമാൻഡ് ചെയ്തു. താൻ കൂടി നിർബന്ധിച്ചാണ് ഇന്ദുജയെ അഭിജിത്തുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിച്ചതെന്ന് രണ്ടാം പ്രതി അജാസ് പോലീസിന് മൊഴി നൽകി. എന്നാൽ ഇരുവരും പിന്നീട് മാനസികമായി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. അജാസ് എടുത്തുകൊടുത്ത സിം കാർഡാണ് ഇന്ദുജ മരിക്കും വരെ ഉപയോഗിച്ചിരുന്നത്. ഈ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് കൈമാറി. സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. അഭിജിത്തിന്റെ മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. ഒപ്പം ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. ഇരുവരും ബോധപൂർവം പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. മരണത്തിന് തൊട്ടുമുൻപ് ഇന്ദുജയ്ക്ക് വന്ന കോൾ അജാസിന്റേതായിരുന്നു. തുടർന്ന് ഭർത്തൃവീടിന്റെ 2ാം നിലയിലേക്ക് പെൺകുട്ടി കയറിപ്പോയി. ഇന്ദുജയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത അഭിജിത്തിന്റെ നീക്കവും സംശയാസ്പദമായാണ് പോലീസ് കാണുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.